അന്വേഷണ ഏജൻസികൾ തമ്മിൽ സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും വളരെ പ്രധാനപ്പെട്ട രണ്ട് അന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള സംഘർഷം വളരെ കൗതുകകരമായ ഒരു രീതിയിലേക്ക് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ സംസ്ഥാനത്ത് കാണുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസിയാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ED. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി ED വാർത്താ പ്രാധാന്യം നേടിയ ഒരു വലിയ അന്വേഷണ ഏജൻസിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ ആകമാനമുള്ള സാമ്പത്തിക ക്രമക്കേടുകളും അതിനോട് സമാനമായ കേസുകളും അന്വേഷിക്കുന്നതിനായി സർവ അധികാരങ്ങളോടും കൂടി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിനെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റ് വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണയോടുകൂടി ആണ് അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പ്രവണത ഈ അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതിനായി ഉപയോഗിക്കുന്ന രീതിയാണ്. ഇത് വളരെ ഹീനമായിട്ടുള്ള ഒരു മാർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ കുറേ നാളുകളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരിക്കുന്ന ഗവൺമെന്റിനെ വിമർശിക്കുന്നവരോ അല്ലെങ്കിൽ അവർക്കെതിരായി പ്രവർത്തിക്കുന്നുവെന്ന് സംശയിക്കുന്നവരോ ഒക്കെ ഈ EDയുടെ പ്രതിപട്ടികയിൽ പെടുത്തിക്കൊണ്ട് അവരെ മാനസികമായും സാമ്പത്തികമായും ഒക്കെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എതിരാളികളുടെ ശബ്ദം കേൾക്കുന്നതിനുള്ള സന്നദ്ധതയുള്ള ഒരു മനോഘടനയല്ല ഉള്ളത്. അതുകൊണ്ട് എതിരായി നിൽക്കുന്ന, പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികളായി നിൽക്കുന്നവരുടെ ഇടപാടുകളെ കുറിച്ചൊക്കെ സമഗ്രമായ അന്വേഷണം നടത്തി അവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാനസികമായി ഒക്കെ പീഡിപ്പിക്കുന്ന ഒരു ശൈലിയിലേക്ക് EDയുടെ പ്രവർത്തനം പോയിരിക്കുന്നു എന്നുള്ളത് പരക്കെ ആക്ഷേപത്തിന് വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഗതിയാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് EDയിലെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ യഥാർത്ഥത്തിൽ അവർക്കെതിരായി അന്വേഷണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് കീഴിലുള്ള വിജിലൻസ് രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന്റെ കാരണമായി പറയുന്നത് കൊട്ടാരക്കരയുള്ള ഒരു കശുവണ്ടി ഫാക്ടറി ഉടമയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ, നികുതി വെട്ടിപ്പുകളൊക്കെ പിടിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ ഏജന്റന്മാരെ ഉപയോഗിച്ച് 2 കോടി രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടു എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വലിയ കഥ. ഇത് കേരളത്തിൽ നടന്ന സംഭവമായതുകൊണ്ടും ഇത് പുറത്തു വന്നതുകൊണ്ടും കേരളത്തിലെ അന്വേഷണ ഏജൻസിയായ വിജിലൻസിന് കണ്ണടയ്ക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് അവർ അരയും തലയും മുറുക്കി ഇപ്പോൾ ED ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ഒരു അന്വേഷണത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇത് വളരെ കൗതുകകരമായിട്ടുള്ള ചില സാഹചര്യങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിലെ ഉന്നത അന്വേഷണ ഏജൻസിക്കെതിരെ അതിനകത്തെ ഉദ്യോഗസ്ഥന്മാർ അഴിമതി കാട്ടിയതിന്റെ പേരിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ വിജിലൻസ് അന്വേഷിക്കുക എന്ന് പറയുന്നത് സാധാരണയായി കേട്ടുകേൾവി ഇല്ലാത്തതാണ്. ഇത് കടുവയെ കിടുവ പിടിച്ചു എന്ന് നാട്ടിൻപുറങ്ങളിലൊക്കെ പറയുന്ന പ്രയോഗം പോലെ ആയിരിക്കുന്നു. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ 3-4 ഉദ്യോഗസ്ഥന്മാർ ഏജന്റന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പണം വാങ്ങിയതായിട്ടുള്ള ഈ കശുവണ്ടി ഫാക്ടറിയുടെ ഉടമ പണം കൊടുത്തതായും അത് വാങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്തതായിട്ടുമുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടനിലക്കാരനായി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൊച്ചിയിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിന്റെ വിജിലൻസ് ഇന്ത്യയുടെ ഒരു അന്വേഷണ ഏജൻസിയുടെ, കേന്ദ്രത്തിന്റെ ഒരു അന്വേഷണ ഏജൻസിക്കെതിരായി നടത്തുന്നതായിട്ടുള്ള ഈ തരം അന്വേഷണങ്ങൾ എവിടെ എത്തി നിൽക്കും എന്നുള്ളത് കണ്ട് അറിയേണ്ടിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ധാരാളം ആക്ഷേപങ്ങളുണ്ട്. അതായത് അവർ എടുക്കുന്ന കേസുകളിൽ 2% പോലും ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന ഒരു ആക്ഷേപം വളരെ കാലമായി അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് ഇവരുടെ അന്വേഷണത്തിന്റെ അലംഭാവം. വളരെ മന്ദഗതിയിൽ ആണ് ഇവർ പലപ്പോഴും അന്വേഷണം നടത്തുന്നത്. അതുപോലെ തന്നെ ഈ അന്വേഷണങ്ങളിൽ വരുത്തുന്നതായിട്ടുള്ള കാലവിളംബം, അന്വേഷണ റിപ്പോർട്ടുകൾ തക്ക സമയത്ത് കൊടുക്കുന്നതിൽ വരുത്തുന്ന വീഴ്ച, അതുപോലെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അന്വേഷണ പ്രക്രിയ ആയതുകൊണ്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ എത്തുമ്പോഴേക്കും അതിന്റെ സകല തെളിവുകളും ഒരുപക്ഷെ നശിപ്പിക്കപ്പെട്ടു എന്ന് വരാം.
അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ തന്നെ മരിച്ചുപോയി എന്ന് വരാം. അതുകൊണ്ട് 2% കേസുകൾ പോലും ശിക്ഷിക്കപ്പെടാതെ പോകുന്ന ഒരു ഏജൻസിയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയിരിക്കുന്നു എന്ന ഒരു പെരുത്ത ആക്ഷേപം കുറെ നാളുകളായി ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് നല്ല ഒരു അളവ് വരെ ശരിയുമാണ്. കാരണം സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് തന്നെ ED എടുക്കുന്ന കേസുകൾ എത്ര ശിക്ഷിക്കപ്പെട്ടു പോകുന്നു, ബാക്കിയെല്ലാം കാറ്റിൽ പറന്നു പോകുന്നു എന്നുള്ളത് കണ്ടറിയാനായിട്ട് വലിയ പ്രയാസമില്ല. അതിൻ്റെയൊക്കെ രേഖകളുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ കശുവണ്ടി ഫാക്ടറി ഉടമയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും അതിന് ചില ഏജന്റന്മാർ ഇടനിലക്കാരായി പ്രവർത്തിച്ചുവെന്നും ഉള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനും കേസ് ചാർജ് ചെയ്യുന്നതിനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ കേന്ദ്രം എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒരു അന്വേഷണ ഏജൻസിക്കെതിരായി മറ്റൊരു അന്വേഷണ ഏജൻസി, ഇന്ത്യയിൽ ആകമാനം അധികാരമുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഈ അഴിമതികളെ കുറിച്ച് അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന അഴിമതിയെ കുറിച്ച് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഏജൻസിക്ക് എത്ര അളവ് വരെ മുന്നോട്ട് പോകാൻ സാധിക്കും, നിയമപരമായി അതിൻ്റെ ബലം എത്ര അളവ് വരെ ഉണ്ട്, അതിൻ്റെ സാധുത എത്രയുണ്ട്, കേരളത്തിലെ വിജിലൻസിന് എത്രമാത്രം മുന്നോട്ട് പോകാനായി സാധിക്കും. മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ വിജിലൻസ് വകുപ്പ് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള ചില അംശങ്ങളും കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം CPM ഒരിക്കലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അവരുടെ അന്വേഷണത്തെ മുഖവിലേക്ക് എടുക്കുന്ന ഒരു പാർട്ടിയല്ല. CPM ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന EDയുടെ ഉദ്യോഗസ്ഥന്മാർ അഴിമതി കാട്ടിയെന്ന് വന്നാൽ വാശിയോടുകൂടി അവർക്കെതിരായി അന്വേഷണം നടത്താനുള്ള ഒരു ത്വരയുണ്ട്, താല്പര്യമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു നിയമപരമായ സംഘർഷത്തിന് തന്നെ വഴിതെളിക്കുമോ എന്ന് നിയമവിദഗ്ധർ പോലും സംശയിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കേസ് അന്വേഷണം ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി മറ്റൊരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിക്കെതിരായി സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണം നടത്തുന്നു. ഇതിന്റെ നിയമപരമായ സാധുതയും സാങ്കേതികത്വവും ഒക്കെ തെളിഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും വളരെയേറെ ആകാംക്ഷയോടും ജിജ്ഞാസയോടും കൗതുകത്തോടു കൂടിയാണ് ഈ കേസ് ആളുകൾ, പൊതുസമൂഹം, പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളതും നാം കണ്ടറിയേണ്ടതായിട്ടുണ്ട്.